തകർത്ത് പെയ്യുന്ന മഴയത്ത് നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്ന ഒരു അടിപൊളി മീൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാനറ്റ് എന്ന എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് ഈ ചെറിയ ചാനലിന് ചെറിയൊരു സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കറി ഒരു നാടൻ കറി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കറി വയ്ക്കാനായിട്ട്. മീൻകറി നമ്മൾ എപ്പോഴും മൺചട്ടിയിലാണല്ലോ കറി വയ്ക്കാറ്. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തു. ഇനി ഈ ചട്ടിയിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഓയിലൊന്ന് ചൂടായി കിട്ടിയിട്ട് ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവ പൊട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. അത് നമുക്കിത് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയാണ്. ഞാൻ ഒരു ബൗളോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി പച്ചമുളക് കീറിയതും ഒരു തക്കാളി കീറിയതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമ്മുടെ ഇതെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ ഇവിടെ ഉള്ളിയും തക്കാളിയും മുളകും എല്ലാം നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട്. നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ഇതും കൂടെ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. അതനുസരിച്ച് വേണം നമ്മൾ തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വാളൻപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. വാളൻപുളി ഒഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഗ്രേവി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീനാണ്. അപ്പോൾ ഞാനിവിടെ നെത്തോലി മീനാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. കഴുകി ക്ലീൻ ചെയ്ത മീൻ നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വേണം ഇളക്കിയിട്ട് കൊടുക്കാം. മീൻ പൊടിയാതെ സൂക്ഷിക്കണേ. അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. വളരെ ചെറിയ തീയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൊടിഞ്ഞു പോകാതെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കപ്പയ്ക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെത്തോലി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ബട്ടണിൽ ഒരു ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് ചെറിയൊരു സപ്പോർട്ട് തന്ന്. താങ്ക് യു.